പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനെ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സ്വാതി, ഇതെൻ്റെ ഹസ്ബൻഡ് ഹരികൃഷ്ണൻ, മകൾ നൈക. ഞങ്ങൾ വരുന്നത് ദുബായിൽ നിന്നാണ്. സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായി ദുബായിലേക്ക് പോകുന്ന സമയത്ത് അന്ന് അച്ഛനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ ദുബായിൽ വെച്ചിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും, ആ കുഞ്ഞിനെയും കൊണ്ട് നീ സാക്ഷ്യം പറയാൻ വരുന്നു. അത് ഞാനങ്ങ് മറന്നു. പിന്നെ ഞാൻ 2024 ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ വന്നു മെയ് മാസം. അന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 14, 2025 ഞാൻ അവിടെ വന്നു. അന്ന് ഞാൻ വന്നത് എൻ്റെ മാരേജിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് വിവാഹം കഴിഞ്ഞ് എനിക്ക് മക്കളുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിരുന്നു. അങ്ങനെ അത് ഞാൻ ഓഗസ്റ്റ് 14 ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ അന്ന് ഞാനിവിടെ സാക്ഷ്യം ആൾത്താരിൽ പറഞ്ഞിരുന്നു. അതിന് മുന്നേ ഞാൻ ഒരു സാക്ഷ്യം ആൾത്താരിൽ പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 14 ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് ഒരു കാര്യം മുഖത്ത് നോക്കി പറഞ്ഞായിരുന്നു, അമ്മേ, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവണമെന്ന്, അല്ലെങ്കിൽ നിനക്കും നിൻ്റെ മകനും നാണക്കേടാന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഉടമ്പടി പത്രം കിട്ടിയതിൽ ആദ്യത്തെ വചനം ഇതായിരുന്നു, അബ്രഹാത്തിന് ഈ കല്ലിൽ നിന്നും കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുന്നു. അങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങ് ഈ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളിൽ, അബ്രഹാത്തിന് ഈ കല്ലിൽ നിന്നും കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ എനിക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 25 മാരേജ് കഴിഞ്ഞു. സെപ്റ്റംബർ 8 അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിരുന്നു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 8 ഫസ്റ്റ് പീരീഡ്സായി. ഞാൻ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ 8 ഭയങ്കര പനി. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്തായാലും ഒരു BTHC ചെയ്യട്ടെ, എന്നിട്ട് മതി ചെസ്റ്റ് എക്സ്റേ എടുക്കില്ലേ എന്ന് പറഞ്ഞു. BTHC ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ മാതാവ് എന്നോട് പറഞ്ഞിരുന്നു, നീ പ്രഗ്നൻ്റ് ആണെന്ന്. ഞാനത് വിശ്വസിച്ചില്ല. ഞാൻ അപ്പോഴും തൈലം പരട്ടിക്കൊണ്ടിരുന്നു. ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കഴിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഫുള്ള് ഫൈബ്രോയിഡാണ് യൂട്രസിൽ. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് യൂട്രസിൽ ഏകദേശം 10 ഫൈബ്രോയിഡുകൾ ഉണ്ടായിരുന്നു. ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നിൻ്റെ യൂട്രസ് എനിക്ക് തരുമോ ചോദിച്ചു. ഇനി അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ അടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. മാതാവിൻ്റെ സ്തോത്രഗീതം ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 5ാമത്തെ ആഴ്ച ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊന്നും ആയിട്ടില്ല, ഒരു ചെറിയൊരു സാക്ക് മാത്രമേ കാണുന്നുള്ളൂ, കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഭയങ്കര വിഷമായി. ഞാൻ അന്ന് രാത്രി ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ദുബായിൽ വെച്ചിട്ട്. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, പേടിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സ്വപ്നത്തിൽ തോന്നിച്ചതാണ്. അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു വ്യക്തമായിട്ട്. ഒരു വെള്ളത്തിരി, ആ വെള്ളത്തിരിയിൽ ഒരു പച്ചത്തിരിക്കുള്ളിൽ ഒരു നീലപ്രകാശം, ആ നീലപ്രകാശത്തിനുള്ളിൽ ഒരു കാശുരൂപം, ആ കാശുരൂപത്തിനുള്ളിൽ തുടിക്കുന്ന ഹാർട്ട്. ഉടൻ തന്നെ എനിക്ക് വിശ്വാസമായി അത് എൻ്റെ ഗർഭപാത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണെന്ന്. ഞാൻ ഉടൻ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഡോക്ടറെ പോയി കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. അത് എനിക്ക് ഒരുപാട് വലിയൊരു അനുഭവമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടാവുമെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തുടർച്ചയായിട്ട് ചികിത്സയും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് പോയിരുന്നു. എന്നും തൈലം വെച്ച് പ്രാർത്ഥിക്കുക. അതിന് കോംപ്ലിക്കേഷനായിട്ട് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു കിട്ടാൻ ചാൻസ് ഇല്ല, കുഞ്ഞിൻ്റെ തൂക്കക്കുറവുണ്ടായിരിക്കും, പ്രീ ടൈം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. മാതാവിൻ്റെ ജപമാല മാസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയി അറിഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് മാതാവിൻ്റെ കുഞ്ഞാണെങ്കിൽ എനിക്ക് മെയ് മാസം ഡെലിവറി ചെയ്താൽ മതിയെന്ന്. കാരണം മെയ് മാസം മാതാവിൻ്റെ മാസമാണല്ലോ. എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് എനിക്ക് ജൂൺ 17 ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കുന്നു, പ്രവർത്തനം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോ മാസത്തെ ചെക്കപ്പിന് പോകുന്നു, ഡോക്ടറെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു. ജോലിയിൽ ഒരു തടസ്സമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കൂടെ മാതാവിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസവത്തിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റ് വരെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. മെയ് 17 ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കണ്ടു. ഡോക്ടറെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു.
അങ്ങനെ അവിടെ ക്ലിനിക്കുകളിൽ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോവുക. ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് എൻട്രി കിട്ടണമെങ്കിൽ എമർജൻസി പെട്ടെന്നാവണം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിലേക്ക് വരണം, നമുക്ക് എന്തായാലും സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 35-ാമത്തെ ആഴ്ച ഡയറക്റ്റ് ഇൻ്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റൽ ദുബായിൽ ഞാൻ ചെന്നു. അവിടെ ചെന്ന് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് പരിചയമില്ല, ഒരാളെ അറിയത്തില്ല. അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയെ ലേബർ റൂമിൻ്റെ സ്റ്റാഫായി നിർത്തിയേക്കുന്നു. അത് എൻ്റെ കൂടെ സീനിയറായി പഠിച്ചിരുന്ന ഒരു നേഴ്സ് കുട്ടിയായിരുന്നു. അവളാണെങ്കിൽ ഇവിടെ ഉടമ്പടി എടുത്ത കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ അപ്പം തന്നെ അവർ സിസേറിയനെ കയറ്റി. കാരണം കുഞ്ഞ് ബ്രീച്ച് പൊസിഷനായിരുന്നു. കുഞ്ഞ് ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് ഫുൾ ഇരിക്കുകയായിരുന്നു. കുട്ടിക്ക് നീങ്ങാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കുഞ്ഞിന് വെയിറ്റ് കുറവുണ്ടായിരുന്നു. എനിക്ക് ഭയം ഉണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടാവില്ല, കുട്ടിയെ NICU വെക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ അത്ഭുതകരമായി കുഞ്ഞ് ജനിച്ചപ്പോൾ 2.580 വെയിറ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിനെ NICU വെക്കേണ്ട അവസ്ഥ വന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കുഴപ്പമില്ലാതെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു 48 hours കഴിഞ്ഞപ്പോൾ. ഈ പ്രഗ്നൻസിയിൽ മാതാവിൻ്റെ വലിയ സാമീപ്യം എനിക്കുണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നു. ഫിനാൻഷ്യലായിട്ട് വിദേശത്ത് ഡെലിവറി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാതാവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എപ്പോഴും പത്രം കൊടുക്കുകയും ആഹാരം വെച്ച് കൊടുക്കുകയും മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുകയും പിന്നെ എല്ലാ ആഴ്ചയും വിശുദ്ധ കുർബാന ഈ പ്രഗ്നൻസി പീരീഡിൽ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഒരാഴ്ച പോലും മുടങ്ങിയിട്ടില്ല ഞങ്ങൾ. അതുപോലെ തന്നെ എല്ലാ മാസം വിശുദ്ധ കുർബാനയ്ക്ക് പൈസയും കൊടുത്തിരുന്നു. ആത്മീയമായിട്ട് അങ്ങനെ വളരാനും കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൃപയിലാണ് ഈ കുഞ്ഞ് ജനിച്ചത്, ഞങ്ങളുടെ കഴിവിനാലല്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജോസഫ് അച്ഛനും പ്രത്യേകം നന്ദി പറഞ്ഞു. കാരണം അച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് ഇന്ന് ഞാൻ ഫലിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്ന് അച്ഛൻ നടന്നു പോകുമ്പോൾ അച്ഛനോട് പറയുക ചെയ്ത് അച്ഛൻ ഒന്ന് ബ്ലെസ് ചെയ്യണമെന്ന്. പക്ഷേ അച്ഛൻ ബ്ലെസ് ചെയ്ത് പറഞ്ഞു നീ ഒരു കുഞ്ഞിനെ കൊണ്ടുവരും, സാക്ഷ്യം പറയാൻ വരണമെന്നാണ് പറഞ്ഞ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം ഇന്ന് ഇവിടെ നടന്നത്. അച്ഛനും നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വചനമാണ്. ദൈവത്തിന് അസാധ്യങ്ങളൊന്നുമില്ല. സമയവും സാഹചര്യങ്ങളുമെല്ലാം മനുഷ്യപരിധികൾ ഉള്ളിലാണെങ്കിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാനുഷികമായ സമയവും സാഹചര്യങ്ങളും ഒന്നും തടയുകയില്ല. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരടയാളമാണ്, ഒരു വിശ്വാസ ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ആ ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. നമ്മൾ അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നാം കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് സ്വാതിയും ഹസ്ബൻഡ് ഹരികൃഷ്ണനും നമ്മളോട് പങ്കുവച്ചത്. ഈ മകള് കൃപാസനത്തിൽ പരിശുദ്ധമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ ജോലിക്ക് പോകുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുവാനാണ് സ്വാതി ആദ്യമായി ഇവിടെ വന്നത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് അവിടെ നിന്നപ്പോഴാണ് വഴിയിൽ വെച്ച് യാദൃശ്ചികമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും പെട്ടെന്ന് ഈ മകൾ ഓടിച്ചെല്ലുകയാണ് അച്ഛൻ്റെ അടുത്തേക്ക്. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, നിനക്ക് വിദേശ രാജ്യത്ത് വെച്ച് ഒരു കുഞ്ഞിനെ ലഭിക്കും, ആ കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറയണമെന്ന്. ആ വാക്കാണ് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും അനുഗ്രഹത്താൽ കൃപയാൽ ആ കുഞ്ഞുമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ഈ മകൾ പറഞ്ഞ കാര്യം ഇതുപോലെയാണ്. വിവാഹം കഴിഞ്ഞ 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പലപ്പോഴും പലരും വാക്കുകൾ കേൾക്കേണ്ടി വന്നു, കുത്തുവാക്കുകൾ, അത്ര പ്ലസൻ്റ് അല്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം വേദനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മകൾ ഉടമ്പടി എടുത്തതിന് ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മ ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കുകയാണ് പ്രാർത്ഥനയ്ക്ക്. അങ്ങനെയാണ് ഈ മകൾ ഒക്ടോബർ 8
പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കണ്ടുപിടിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ വിശ്വാസത്തോടെ നയിച്ചു. പിന്നീട് 5th വീക്കിൽ ചെക്കപ്പിന് പോയപ്പോൾ സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ കണ്ടപ്പോൾ വീണ്ടും യൂട്രസിനകത്ത് 10 ഫൈബ്രോയിഡാണ്. കുഞ്ഞിന് വളരുവാനായിട്ട് വളരെ റിസ്ക്കാണ്. ഡോക്ടേഴ്സ് ഡൗട്ട്ഫുള്ളാണ് പറഞ്ഞത്, കാരണം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല. പക്ഷേ അവിടെയൊക്കെ പ്രതീക്ഷ കൈവിടാതെ വീണ്ടും ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കൾ ദിവസങ്ങൾ നിൽക്കുകയാണ്. പിന്നീടാണ് ഈ മകളോട് അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, പേടിക്കേണ്ട മക്കളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സ്വപ്നത്തിൽ അമ്മ വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണ്: വെള്ള തിരിയിൽ ഒരു പച്ചത്തിരി, പച്ചത്തിരിയിൽ നീലപ്രകാശം, നീലപ്രകാശത്തിനുള്ളിൽ ഒരു കാശുരൂപം, ആ കാശുരൂപത്തിനുള്ളിൽ ഒരു ഹാർട്ട് ബീറ്റ്, ഒരു ഹൃദയം. അത് കണ്ടപ്പോഴും ആൾക്ക് മനസ്സിലായി, അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് ഈ അമ്മയും മകളും തമ്മിൽ, പരിശുദ്ധ അമ്മയും ഈ മകൾ സ്വാതിയും. അങ്ങനെ അമ്മ മാതാവ് ആ സ്വപ്നത്തിൽ കാണിച്ച അന്ന് തന്നെ, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ മകൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ഭൗതിക ബന്ധം മാത്രമല്ല, ഒരു ആത്മീയമായിട്ട് ബന്ധത്തിലാകുമ്പോൾ ഈശോയും അമ്മയും എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ മകൾക്ക്. അങ്ങനെ ആ ഹൃദയം തുടിക്കുന്ന ആ സ്വപ്നം കണ്ടപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന്. അങ്ങനെ ആ ടെസ്റ്റിൽ പോസിറ്റീവായിട്ട് മനസ്സിലായി. എല്ലാം നല്ല രീതിയിൽ തന്നെ പോവുകയാണ്. ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. പിന്നീടാണ് പരിശുദ്ധ അമ്മയുടെ വണക്ക മാസത്തിൽ തന്നെ മെയ് 17 ഈ കുഞ്ഞ് വാവയ്ക്ക് ജന്മം നൽകാൻ സാധിച്ചത്. ഈ മകള് നൈക പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. 17 എന്ന ഡേറ്റ് നമുക്കറിയാം. പരിശുദ്ധ അമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളെപ്പോഴും 7 കണക്റ്റഡ് ആണ്. അങ്ങനെ ഈ മകളും പറയുന്നത് മെയ് മാസമാണ്, വണക്കം മാസം, അമ്മയുടെ മാസമാണ്. 17-ാം തീയതിയാണ്, അതിൽ 7 അമ്മ തന്ന കുഞ്ഞാണെന്നുള്ള ഒരു പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെയാണ് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൾ നൈകയുമായിട്ട് അമ്മ സ്വാതിയും അച്ഛൻ ഹരികൃഷ്ണനും അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ദുബായിൽ നിന്ന്. ഇത് ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല, കാരണം വെയിറ്റില്ലായിരുന്ന കുഞ്ഞായിരുന്നു. അത് ബർത്തിൻ്റെ സമയത്ത് ഡെലിവറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെയിറ്റുണ്ട്. അത് ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത കുഞ്ഞായിരുന്നു. അത് ഹാർട്ട് ബീറ്റാക്കി ദൈവം തന്നു. കുഞ്ഞിന് ആ യൂട്രസിനകത്ത് വളരാനുള്ള സ്ഥലമില്ല. 10 ഫൈബ്രോയിഡിൻ്റെ ഇടയിൽ വളർന്ന കുഞ്ഞാണ്. അവിടെയും ഈശോയുടെയും അമ്മയുടെയും സംരക്ഷണമുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവവുമായിട്ടാണ് നാം ബന്ധപ്പെടുത്തുന്നത്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 21-22 പറയുന്നതനുസരിച്ച് വിശ്വാസത്തോടെയാണ് ഉടമ്പടി മക്കൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അമ്മ കൂടെയുണ്ടെങ്കിൽ ഈശോ നമ്മളെല്ലാ രീതിയിലും സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് ആ ഉടമ്പടി ജീവിതത്തിലുള്ളത്. ഉടമ്പടി വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. വൈകിയാലും ദൈവം വാഗ്ദാനം നിറവേറ്റുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തോടാണ് നാം ഉടമ്പടി എടുക്കുന്നത്. കൃപാസനം മരിയൻ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അനുഗ്രഹം ഉറപ്പാണ്. ആ ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാതിക്കും കുടുംബത്തിൽ ലഭിച്ച ഈ കുഞ്ഞു ബാബ നൈകയ്ക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.